എല്ലാവർക്കും നമസ്കാരം. ഡിവിസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യണത് കൂർക്ക നടണം എങ്ങനെയാണ്. ഞാൻ ഇതിനു മുമ്പ് കൂർക്ക ഗ്രോ ബാഗിൽ വെച്ച് നട്ട് അന്ന് രണ്ട് ഗ്രോ ബാഗിലാണ് നട്ടത്. അപ്പം ഞാൻ കൂർക്ക നട്ടിരുന്നു. 2 ഗ്രോ ബാഗിലാണ് ഞാൻ വെച്ചോളൂ, ഉണ്ടാവുമെന്ന് അറിയണമല്ലോ. ഞാനപ്പോൾ അത് കൈയിട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്ര ഉള്ളൊരെണ്ണം കിട്ടി. അപ്പം ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ നോക്കണത്. നമുക്ക് വലിയ കൂർക്ക ഉണ്ടാ. ഞാൻ അടുത്ത വർഷം എന്തായാലും 10 ഗ്രോ ബാഗ് കുറയാണ്ടി നടും. കാരണം ഞാൻ പ്രതീക്ഷിച്ചേക്കായും കൂടുതൽ. ഞാൻ ഇത്ര ഒന്നും ഉണ്ടാവുന്നല്ല വിചാരിച്ചു. ഇത്ര കുറച്ചുണ്ടാവുള്ളൂ, ഉണ്ടാവാനത്തിന് കുറച്ച്. പക്ഷേ 2 ഗ്രോ ബാഗിൽ നട്ടെങ്കിലും ഇഷ്ടംമാതിരി നല്ല വലിപ്പമുള്ള കൂർക്ക, നമ്മൾ മേടിക്കുന്ന ടൈപ്പ് നല്ല കൂർക്ക കിട്ടി. നമ്മൾ പടന്നു പോയാണ് വള്ളിയുമ്പോൾ കൂർക്ക ഉണ്ടായിക്കണ കണ്ട. അപ്പം നമ്മുടെ ഗ്രോ ബാഗിൽ നിന്ന് 2 ഗ്രോ ബാഗിൽ നിന്ന് ഇത്രയും കിട്ടി നമുക്ക്. എനിക്ക് ഒരുപാട് കൂർക്ക കിട്ടി. 1 കിലോയുടെ അടുത്ത് കൂർക്ക എനിക്ക് കിട്ടി 2 ഗ്രോ ബാഗിൽ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇനി കൂർക്ക ഞാൻ നടണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ കുറച്ച് നട്ടു, അത് വേറെ. ഇത് ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് നടണതെന്ന് കാണിച്ചു തരാം. നമ്മൾ കൂർക്ക മേടിക്കുന്ന സമയത്ത് കുറച്ചെടുത്ത് ഒരു മണ്ണിൽ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് മുളച്ചോളും. അങ്ങനെ മുളച്ച് വന്നതിൻ്റെ കുറച്ച് തലകൾ പടർന്നു കഴിയുമ്പോൾ ആ തല നമ്മൾ ഒടിച്ചാണ് കൂർക്ക ഉണ്ടാവാനായിട്ട് നടന്നത്. അല്ലാണ്ട് അവിടെ പാവിയതിൽ അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ അതിൽ നിന്ന് ഒടിച്ചൊടിച്ച് കുത്തണം. അപ്പം നമ്മൾ പാവി മുളച്ചു അത് കുത്തിയിട്ട് അതുമേന്ന് ഒടിച്ചാലും നമുക്ക് കുത്താം. ഇഷ്ടംമാതിരി കൂർക്ക ഉണ്ടാവും ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് വേണ്ട, ഞാനങ്ങനെ പാവി മുളപ്പിച്ച് അതിൻ്റെ നട്ടിട്ട് അതുമേന്ന് ഒടിച്ചത് ഇങ്ങനെ പീസുകളാക്കുക. കണ്ട, ആ പീസുകളുമേയൊക്കെ ഉണ്ടാവണ കൂർക്ക. എന്നിട്ട് ഇത് കൊണ്ടുവന്ന് നമ്മൾ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ മണ്ണിലോ കുത്തിക്കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി കൂർക്ക ഉണ്ടാവും. അപ്പോൾ ഞാൻ നടണത് ഇങ്ങനെ കൂർക്ക എടുത്തിട്ട് ഇതെടുത്ത് ഇങ്ങനെ ചരിച്ച് കുത്തുക. ഒരു ഗ്രോ ബാഗിൽ ഒരു 3-4 കമ്പോ നട്ടേച്ചാൽ മതി. ഇങ്ങനെ നട്ടാൽ നമുക്ക് ഇഷ്ടംമാതിരി കൂർക്ക കിട്ടും. അപ്പോൾ ഒരു 10-15 ഗ്രോ ബാഗിൽ നട്ട് കഴിഞ്ഞാൽ അപ്പോൾ പുറത്ത് മണ്ണ് കൂട്ടി അങ്ങനെ നടാട്ടോ. അത് പിന്നെ എലി ശല്യം അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതാവുമ്പോൾ അങ്ങനത്തെ അല്ല. പിന്നെ നമ്മൾ ഇടണ വളം പുറത്തേക്ക് പോവില്ല. ഇപ്പം മഴയൊക്കെ വന്ന സമയത്ത് വളമൊന്നും ഒഴുകി പോവില്ല. കുറേശ്ശെ നമുക്ക് കട്ടിയായിട്ടുള്ളത് ഇട്ടും കൊടുക്കാം. വേനൽക്കാലത്താണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. മഴക്കാലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാണകം നമ്മൾ ഉണക്കി പൊടിച്ച ചാണകം എടുത്ത് വെച്ചാൽ അത് പച്ച ചാണകമാണെങ്കിലും കുറേശ്ശേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇട്ട് കൊടുക്കരുത്. ഒരുപാട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കരിക്കം വന്ന് അത് ചീത്തയായി പോകും. അപ്പോൾ വിഷുവൊക്കെ കഴിഞ്ഞിട്ടാണ് ശരിക്കും കൂർക്കത്തല നടറേന്ന് പറയും. പക്ഷേ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടുമ്പോൾ നമുക്ക് കൂർക്ക ഉണ്ടാവും. അതിന് സീസണൊന്നും ഇല്ല കേട്ടോ. ഞാനൊക്കെ ഓർത്ത് ഈ സീസണിൽ മാത്രമാണ് കൂർക്ക ഉണ്ടാവുന്ന. പക്ഷെ അതല്ല, നമ്മളെപ്പോൾ നട്ടാലും നമുക്ക് കൂർക്ക കിട്ടും. പക്ഷേ ടേസ്റ്റ് ഉണ്ടാവണം ആ സീസൺ സമയത്താണെന്ന് എനിക്ക് തോന്നുന്നു. കൂർക്കയൊക്കെ എപ്പോഴും നടും. ചേനയൊക്കെ പണ്ട് അങ്ങനെയായിരുന്നല്ലോ നടുന്നത്, കുംഭമാസത്തിലായിരുന്നു. ഇപ്പം ചേനയൊക്കെ ഇപ്പോഴും നടില്ല. അതുമാതിരി കൂർക്കയും നടും. പക്ഷേ ടേസ്റ്റ് ആ സമയത്താണെന്നോ തോന്നണേ. അപ്പം നമുക്കത് നട്ട് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ നട്ട് വെച്ച കൂർക്കയെ നിങ്ങളെ കാണിച്ചു തരാം. ഈ തല ഇങ്ങനെ ഇത്രയൊന്നും വേണ്ട, കുറച്ച് നട്ടച്ച ഇങ്ങനെ കിള്ളി വെച്ചാൽ മതി. ഒറ്റെണ്ണം പിടിക്കാണ്ടും പോവില്ല കേട്ടോ, എല്ലാം പിടിച്ചോളും. ഒന്നും വേസ്റ്റായി പോവുകയില്ല. ഇത്തിരി വെള്ളം, നമ്മൾ എന്ത് നട്ടാലും ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണമല്ലോ. ഇതാണ് ഞാൻ നേരത്തെ നട്ടുവെച്ച കൂർക്ക. അപ്പോൾ അതിൽ നമുക്ക് കൂർക്കയുണ്ടോയെന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ട, ഇതൊക്കെ നേരത്തെ നട്ട കൂർക്കകളാണ്. അപ്പോൾ എപ്പോൾ നട്ടാലും കൂർക്ക ഉണ്ടാവും. പക്ഷേ ടേസ്റ്റ് ആ സമയത്തായിരിക്കും. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ തല കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും കൂർക്ക നടാം. ഗ്രോ ബാഗിലൊക്കെ ആകുമ്പോഴേ നമുക്ക് എപ്പോൾ വേണമെങ്കിലും
കാര്യമായിട്ടിരിക്കുന്ന ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട്, ചാണകപ്പൊടിയൊക്കെ മതി, അല്ലാണ്ട് അതിന് വലിയ എല്ലുപൊടി അങ്ങനെയുള്ള വളമൊന്നും വേണ്ട. ഇത് ചാരവും ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഈ ഗ്രോ ബാഗുകളിൽ ഇങ്ങനെ വച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് കൂർക്ക കിട്ടും. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.